ഏക വീടുള്ളവരെ ജപ്തി നടപടികളുടെ ഭാഗമായി വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കുട്ടികളുടെ പരീക്ഷാ സമയത്ത് ജപ്തി നടപടികൾ ഒഴിവാക്കണം. ബാങ്കുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധത വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വാഭാവികമായിട്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ വീട് വെക്കുന്നു. വീട് വെച്ച ഈ വായ്പ തിരിച്ചടക്കാൻ പറ്റാതിരിക്കുമ്പോൾ ആ വീട് നഷ്ടപ്പെടുക. അപ്പോൾ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടുന്നു. ഏക വീട് മാത്രമാണുള്ളതെങ്കിൽ അവരെ ഇറക്കി വിടുന്നത് അവരെ വീടില്ലാത്ത പട്ടികയിലേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഈ പരീക്ഷാ സമയത്ത് വീടുകളിൽ ഈ ജപ്തി നടപടികളുമായിട്ടൊക്കെ പോവുക എന്നൊക്കെ പറയുമ്പോൾ ആ വീട്ടിലാകെ കുട്ടികളിലെല്ലാം ഉണ്ടാക്കുന്ന വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ ആ സമാധാനപരമായി പഠിക്കുന്നതിന് കഴിയാത്തൊരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ആ മാസങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. അതായത് നമ്മൾ കേവലമായ പലിശ വാങ്ങുന്നവർ മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയോടെ ബാങ്കിങ് പ്രവർത്തനം നടത്തുന്നവരാണ്. എസ് ശരൺ നൽകും വിശദാംശങ്ങൾ. ശരൺ, സാധാരണക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞത്. എവിടെയാണ് മുഖ്യമന്ത്രി ഈ വാക്കുകൾ പറഞ്ഞത്? ശ്രുതി, സാധാരണക്കാർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളായി നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ബാങ്കുകളുടെ മനുഷ്യത്വ രഹിതമായിട്ടുള്ള നടപടികൾ. വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നവരെ വീടുകളിൽ നിന്ന് ഇറക്കി വിടുന്നത് ഒക്കെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. എന്തായാലും അതിന് പിന്നാലെ ഇന്ന് രാവിലെ കൊച്ചിയിൽ കേരള ബാങ്കിന്റെ IT കോൺക്ലേവ് സംഘടിപ്പിച്ചിരുന്നു. ആ IT കോൺക്ലേവിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് വായ്പാ തിരിച്ചടവ് മുടങ്ങുന്നവരെ വീടുകൾ ജപ്തി ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതിൽ ഏക വീടാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, അങ്ങനെ അവരെ ഇറക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അവർ ഭവനരഹിതരായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിലെ നിലപാടെന്ന് പറയുന്നത് കേരളത്തിൽ ഒരാൾ പോലും ഭവനരഹിതനായി പാടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഭവനരഹിതർ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള നടപടികളിലേക്ക് ബാങ്ക് കടക്കരുത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചുള്ള വ്യക്തമാണ്. എസ് ശരനാണ് വിശദാംശങ്ങൾ നൽകിയത്.